നമ്മളിൽ എത്ര പേർ ശരിക്കും ജീവിക്കുന്നുണ്ട്? ശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ജീവിക്കുന്നു എന്ന് പറയാനാകുമോ? ജീവിക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും അപൂർവമായ കാര്യമാണ്. ഭൂരിഭാഗം ആളുകളും വെറുതെ നിലനിൽക്കുന്നു എന്ന് മാത്രം. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോണു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇത് വെറും ഒരു എക്സിസ്റ്റൻസ് ആണ്. എന്നാൽ ഈ തിരക്കുകൾക്കിടയിലെല്ലാം സ്വന്തം ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ബോംബെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വരും. ഞാൻ മിക്കപ്പോഴും അവരെ ആലോചിക്കാറുണ്ട്. എന്താ വെച്ചാല്, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡി, നന്നായിട്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക് പാടും, പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നെ യോഗ ടീച്ചറായിരുന്നു, സോഷ്യൽ ആക്ടിവിറ്റീസിലെല്ലാം വളരെ ആക്റ്റീവായിരുന്നു, വളരെ ബോൾഡായിരുന്നു. ശരിക്കും നമ്മൾ സ്ത്രീകള് അവരെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം. ഇത്ര ബോൾഡാന്നറിയോ എന്ത് കാര്യത്തിനും. അങ്ങനെ ഒരു ദിവസം ഞാൻ കാലത്ത് പനിയായിട്ട് ഡിസ്പെൻസറി പോയിട്ട് വരുമ്പോൾ അവരെന്നെ കണ്ടിട്ട് കാറ് നിർത്തി ചോദിച്ചു, സതി വരൂ നമുക്കൊന്ന്, പനിയാണെന്ന് പറഞ്ഞു വരൂ നമുക്കൊന്ന് വെറുതെ ക്യാൻറ്റീനിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും കയറി. ഞങ്ങൾ പോയി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഗരം ഗരം മസാല ദോശയും, പനിയായിരുന്നു എന്നാലും കഴിച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ലാസ്റ്റിൽ ഒരു ഇമ്രുതി കഴിച്ചു. ഇമ്രുതി കഴിച്ചു. അതിങ്ങനെ കടക്കായിരിക്കും, ഒരു പുളിയും മധുരവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഗരം ഗരം അവരിങ്ങനെ ഉണ്ടാക്കി പഞ്ചസാര പാനിയിൽ ഇങ്ങനെ ഇട്ടുണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ പക്കടുകൊണ്ട് എടുത്ത് കഴിക്കാം. അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് ആ കുട്ടി ചോദിച്ചു, സതി ഇങ്ങനെ വന്ന് അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ എന്നും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, ഹസ്ബൻഡിന് കൊടുക്കണു, മക്കൾക്ക് കൊടുക്കണു, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നതിൽ എന്താ ഒരു സുഖമല്ലേ. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരു സ്ഥലത്ത് പോയിട്ട് കഴിക്കാന്ന് പറയുമ്പോൾ അതൊരു സുഖം വേറെയില്ല. നമ്മൾ ഒറ്റയ്ക്ക് ആരോടും മിണ്ടാണ്ട് വളരെ ഒറ്റയ്ക്ക്. അത് ശരിയാണ്, നമുക്ക് ജീവിതത്തിൽ കുറച്ച് നേരമൊക്കെ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും ഒറ്റയ്ക്ക് മിണ്ടാണ്ടിരിക്കണം. അപ്പൊ ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കൂ, നല്ല പോലെ റിലാക്സ് ആയിട്ട് തോന്നും. അപ്പൊ ഇത് പറയാൻ കാരണം ആ കുട്ടി അത്രയും ബോൾഡായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങള് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വീണ ക്ലാസ്സും പാട്ട് ക്ലാസ്സും ഒക്കെ നിർത്തി ഇരിക്കുകയായിരുന്നു. നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതൊക്കെ നിർത്തൂലോ. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല സതി, കണ്ടിന്യൂ ചെയ്യണം. കുട്ടികളൊക്കെ ഇപ്പൊ വലുതായി, അവര് പഠിക്കാനും അതിനൊക്കെ ആയിട്ട് പോവും. അപ്പൊ നമ്മള് വളരെ ലോൺലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ എനിക്കത് ആലോചിക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് തോന്നുന്നു. ഞാൻ എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. എനിക്ക് അതിലൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പോ ഈ പ്രപഞ്ചത്തില് ദശകോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് ഇല്ലേ? പക്ഷെ ജീവന്റെ സ്പന്ദനമുള്ള ഒരേ ഒരു ഇടം ഈ ഭൂമിയാണ്. അവിടെ മനുഷ്യനായി ജീവിക്കുക എന്നത് അത്രമേൽ അപൂർവമായ കാര്യമാണ്. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്തുക. മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കായി ഒരു ലക്ഷ്യം നിശ്ചയിക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചെറിയ ചുവടുവയ്പും ആഘോഷമാക്കുക. ജീവിതം വളരെ ചെറിയ ഒരു യാത്രയാണ്. അതില് പരാതികൾക്കും പരിഭവങ്ങൾക്കും വലിയ സ്ഥാനമില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയം കണ്ടെത്തുക. ഒരു കാര്യം കൂടി, നിങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു കഴിയുമ്പോൾ ലോകം നിങ്ങളെ ഓർക്കേണ്ടത് നിങ്ങൾ സമ്പാദിച്ച പണത്തെക്കുറിച്ച് മാത്രമായിരിക്കരുത്, മറിച്ച് നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എത്ര വെളിച്ചമായി എന്നതിലാണ്. അതുകൊണ്ട് വെറുതെ നിലനിൽക്കാതെ ജീവിക്കാൻ തുടങ്ങുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.